നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പൈത്തണിൻ്റെ ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ട് ഒരു കാൽക്കുലേറ്റർ ഡിസൈൻ ചെയ്യുക. ഈ കാൽക്കുലേറ്ററിൽ മെയിൻലി 4 ഓപ്പറേഷൻസ്: അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അപ്പം നമ്മൾ അഡീഷന് വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ എഴുതുന്നു, സബ്ട്രാക്ഷന് വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ എഴുതുന്നു, മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ എഴുതുന്നു, ഡിവിഷന് വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ എഴുതുന്നു. അപ്പം ഫംഗ്ഷൻ എഴുതുന്നത് ഡെഫ്, ഫംഗ്ഷൻ്റെ നെയിം ആഡ്, 2 പാരാമീറ്റേഴ്സ് നമ്പേഴ്സ് ആഡ് ചെയ്യേണ്ടേ, അപ്പോൾ എക്സും വൈയും. ആ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സ് പ്ലസ് വൈ റിട്ടേൺ ചെയ്യുന്നു. അടുത്തത് സബ്ട്രാക്ഷൻ, ഡിഫ് സബ്ട്രാക്ട് എക്സ് വൈ, അതെന്താ റിട്ടേൺ ചെയ്യുന്നത്? എക്സ് മൈനസ് വൈ. അടുത്തത് ഡെഫ് മൾട്ടിപ്ലൈ, എക്സും വൈയും ആണ് വരുന്നത്, റിട്ടേൺ എക്സ് സ്റ്റാർ വൈ. ഡിവിഷന് എക്സ് കോമ വൈ വന്നു, റിട്ടേൺ എക്സ് ഡിവൈഡഡ് ബൈ വൈ. ഇനി നമ്മൾ മെയിൻ പ്രോഗ്രാം ചെയ്യുന്നോട്ട് ആദ്യം കീബോർഡിൽ നിന്ന് ഫസ്റ്റ് നമ്പർ റീഡ് ചെയ്തു നം1ൽ സ്റ്റോർ ചെയ്യുന്നു, സെക്കൻഡ് നമ്പർ റീഡ് ചെയ്തിട്ട് നം2ൽ സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് സെലക്ട് ഓപ്പറേഷൻ എന്ന് കാണിക്കും, പിന്നെ പ്രിന്റ് 1 അടുത്ത ലൈനിൽ ആഡ് കാണിക്കും, അടുത്ത ലൈനിൽ സബ്ട്രാക്ട് കാണിക്കും, അടുത്ത ലൈൻ മൾട്ടിപ്ലൈ കാണിക്കും, അടുത്ത ലൈനിൽ ഡിവിഷൻ കാണിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആൾക്കാരോട് ചോയ്സ് ചോദിക്കും. അപ്പോൾ ഈ ചോയ്സ് നമ്മൾ 1 ആണ്, അപ്പോൾ എൽസ് ഇഫ് എന്നിട്ട് ചോയ്സ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്തു. എന്നിട്ട് നമ്മൾ ചോയ്സ് 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തു. ആഡിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? നം1ഉം നം2ഉം പാസ് ചെയ്തു. അപ്പോൾ അതെന്ത് ചെയ്യും? നം1 പ്ലസ് നം2 ചെയ്തിട്ട് റിട്ടേൺ ചെയ്യും, എക്സ് പ്ലസ് വൈ വാല്യൂ ഇവിടെ റിട്ടേൺ ചെയ്യും, അത് റിസൾട്ട് വന്ന് കിടക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? നം1 എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്പർ, പിന്നെ പ്ലസ് സൈൻ കാണിച്ചിട്ട് സെക്കൻഡ് നമ്പർ ഈസ് ഈക്വൽ ടു ആ റിസൾട്ട് വാല്യൂ, പ്രിന്റ് റിസൾട്ട് എന്ന് കൊടുത്താലും മതി. ഓക്കെ, ഇനി എലിഫ് ചോയ്സ് 2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് എന്ന് പറയുന്ന മൊഡ്യൂളിനെ കോൾ ചെയ്യുന്നു. ഇനി അതല്ലെങ്കിൽ നമ്മൾ ചോയ്സ് 3 ആണെങ്കിൽ മൾട്ടിപ്ലൈ എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അതല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ചോയ്സ് 4 ആണെങ്കിൽ നമ്മൾ ഡിവിഷനെ കോൾ ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.